നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ബൈബിൾ എടുത്തു കാണിക്കുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒത്തിരി അധികം ഉണ്ട്. അതിനകത്തൊരു ഒന്ന് രണ്ടെണ്ണം നമ്മളൊന്ന് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ നോട്ട് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ എഴുതി വെച്ചു കേട്ടോ. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ ബൈബിളിൽ കാണുന്നത്, നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഓർമ്മയിലുള്ളൊരു വചനമായിരിക്കും വിലാപങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് ലമൻറ്റേഷൻസ് ചാപ്റ്റർ 3, 3-ാമത്തെ അധ്യായം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അറിയാവുന്ന വചനമാണ്. കിട്ടിയെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. വിലാപങ്ങൾ 3, 22-ാമത്തെ വാക്യം. ഉറക്കെ വായിച്ചേ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളെ ഈശോ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് 1 എന്താണ്? അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അസ്തമിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്താ? ഇത് തീരുന്നില്ല. ഈ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കാറുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്? ഉണ്ട്, അസ്തമിക്കാറുണ്ടോ തോന്നുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയാണ്, ആ സ്നേഹത്തിൻ്റെ വെട്ടം ഒരിക്കലും അസ്തമിക്കുന്നില്ല, തീരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈശോയോട് ഇത്രയും കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തു, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു, സഭയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തു, മനുഷ്യർക്ക് വേണ്ടി ഇത്രയും നന്മ ചെയ്തു, ഞാൻ ഇത്ര വിശുദ്ധിയിൽ ജീവിച്ചു, അത്രയും നേരം ഈശോ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പാപം ചെയ്യുമ്പോൾ, പള്ളി പോകാത്തപ്പോൾ, ഞാൻ ഇച്ചിരി തല്ലിപ്പൊളിയായിട്ട് നടക്കുമ്പോൾ ഈശോ എന്നെ സ്നേഹിക്കാതിരിക്കുന്നു? അല്ല, ഞാൻ എങ്ങനെ ആയാലും ഈ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല ഈശോയുടെ സ്നേഹം. ഈശോ ഇങ്ങനെയാണ്. എങ്ങനെ? അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നോക്ക്, ഈശോയുടെ മുമ്പിൽ പോയിട്ട് കണക്ക് പറയരുത്. കർത്താവ്, എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം, കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രയും പേരെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടുണ്ട്, സ്നേഹം തരണമേ, ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ട. കാരണം നീ എങ്ങനെയാണ്, നീ എന്ത് ചെയ്തു എന്ന് നോക്കിയതല്ല ഈശോയുടെ സ്നേഹം. ഈശോയുടെ സ്നേഹം അസ്തമിക്കുന്നില്ല. ക്ലിയർ ആണോ? പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ തല്ലിപ്പൊളികളെ ഈശോ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ നോക്കൂ, നിങ്ങളെ അത്രയും തല്ലിപ്പൊളിയല്ല, എന്നാലും നമ്മളെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ 1 മണിക്കൂർ വചനം പറഞ്ഞാലും 1 മണിക്കൂർ കടന്നുറങ്ങിയാലും ഈശോ സ്നേഹിക്കും. നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുന്നില്ലേ എന്ന് വെച്ച് കടന്നുറങ്ങരുത് കേട്ടോ. എഴുന്നേക്കണം, ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേക്കണം. ഈശോ ഉറങ്ങാൻ അവസരം തരുന്നതും എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ നന്മകളുടെ കണക്ക് നോക്കിയിട്ടല്ല. ഈശോ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈ സബ്സ്റ്റൻസ്. അതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. സ്നേഹിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഉറക്കെ പറഞ്ഞേ, ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത ആ വചനത്തിൽ തന്നെ ഉണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം. ഉറക്കെ വായിച്ചേ. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും, ഓരോ ദിവസവും അത് പുതിയതാണ്. അങ്ങനത്തെ സ്നേഹമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പം മനുഷ്യരോടൊക്കെ പറയാറില്ലേ, അതായത് പണ്ടെന്നാ സ്നേഹമായിരുന്നു അല്ലേ, പണ്ടെന്നാ സ്നേഹമായിരുന്നു, ഇപ്പോൾ ആ സ്നേഹം ഇല്ല. ശരിക്കും നമ്മൾ മനുഷ്യരുടെ ഇടയിൽ അതൊക്കെ അനുഭവിക്കാറുണ്ടല്ലേ. നമ്മുടെ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലോ, നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, സൗഹൃദങ്ങളിലാവട്ടെ, പഴയ പോലെ എല്ലാവരും സ്നേഹിക്കാറൊന്നുമില്ല. ഈശോയുടെ സ്നേഹത്തിൻ്റെ വ്യത്യസ്തത പറയാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, ഓരോ ദിവസവും അത് പുതിയതാണ്. എന്ന് വെച്ചാൽ നിന്നെ ഇന്നലെ സ്നേഹിച്ച പോലെ അല്ല ഇന്ന് സ്നേഹിക്കുന്നതെന്ന്. ഇന്നലെ നമ്മൾ സങ്കടപ്പെടും, ഈശോയെ നീ സ്നേഹിച്ചിട്ട് എന്നാ ഇന്നലെ എനിക്ക് ഇങ്ങനൊരു സങ്കടം ഉണ്ടായേ. അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. നേരം വെളുത്തു, ഈശോയുടെ സ്നേഹം പുതിയതാണ്. ഇന്നലെ എന്നാ സ്നേഹിക്കാഞ്ഞെന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയില്ല അവിടെ. ഇന്ന് ഞാൻ നിന്നെ പുതിയതായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റോളാണ് ഈശോ പറയുക. ഇന്നലെ ഓർത്ത് കഴിഞ്ഞ വർഷം ഇങ്ങനെ സംഭവിച്ചു, കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ സംഭവിച്ചു, ഒരു പരാതിയും അവിടെ വിലപ്പോവില്ല. ഈശോ ഒറ്റ കാര്യം പറയുള്ളൂ. നമ്മൾ 100 പരാതി പറയുമ്പോൾ ഈശോയുടെ തിരിച്ചുള്ള മറുപടി, ഇന്ന് പുത്തൻ സ്നേഹം തരുന്നുണ്ട്, നിനക്ക് എഴുന്നേക്കാൻ. കേട്ടുന്നുണ്ടോ? നമ്മളില്ലെങ്കിൽ ഈ പഴയതിലേക്കൊക്കെ നോക്കിയിരിക്കും. ഈശോയെ ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1983 എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അല്ലേ? അന്നായിരിക്കും നിങ്ങളുടെ കല്യാണം നടന്നത്. സ്നേഹിച്ചിട്ടാണ് കർത്താവ് ഇങ്ങനെ എൻ്റെ തലയിലോട്ട് ഇത് വെച്ച് തന്നതെന്നൊക്കെ. ഓരോ ദിവസം പുതിയതാണ്, ഓരോ ദിവസം പുതിയത്. നമ്മുടെ സ്നേഹം അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ പണ്ട് സ്നേഹിച്ച പോലെ ആൾക്കാർ ഇപ്പോൾ സ്നേഹിക്കില്ല. നാളെ ചിലപ്പോൾ സ്നേഹം പിന്നെയും കുറഞ്ഞു പോകാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, നിങ്ങളെ എല്ലാ ദിവസവും പുതുതായിട്ട് സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഇത് കേട്ടിരിക്കുമ്പോഴേ ഒരു തിയറി പോലെ കേട്ടിരുന്നാൽ ഇത് ഈ തലമുടിയെ തൊട്ടി, മുടിയില്ലാത്തവർക്ക് ആ തലയിലൊക്കെ തട്ടി അങ്ങനെ അങ്ങ് തെറിച്ചു പോകും. ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറണം.
അച്ഛൻ ഇവിടെ നിന്ന് ഒരു തത്വം പറയുന്നത് പോലെ കേൾക്കരുത്. അത്ര വലിയ തത്വമല്ല, ഒരു സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറണം. അച്ഛനെ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, ധ്യാനം കൂടുന്നവരെ സ്നേഹിക്കുന്നതല്ല, എന്നെ സ്നേഹിക്കുന്നു. കിട്ടുന്നുണ്ടോ? എന്നോടുള്ള സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ തലയിൽ കൂടെ തട്ടിത്തെറിച്ചു പോകും. ഇത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറും, നിങ്ങൾ എഴുന്നേറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്യും. വലുതോർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലോട്ട് കയറാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. അവിടുന്ന് സ്നേഹം കിട്ടിയില്ല, ഇവരെന്തുകൊണ്ട് പരിഗണിച്ചില്ല, അവരെന്തുകൊണ്ട് എന്നെ നോക്കിയില്ല, അവരെന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല. 100 പരാതികളായിരിക്കും. ആ പരാതിക്കൊന്നും ഉത്തരവും കിട്ടത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളോട് പോയി ചോദിച്ചു നോക്ക്, എന്താ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടുന്ന് പറയും. അവരതിന് ഉത്തരവും തരാൻ പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ വേണ്ട ഒരൊറ്റ ഉത്തരം, അവർ സ്നേഹിച്ചില്ലേലും അവർ പരിഗണിച്ചില്ലേലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇവരെന്നോട് പെരുമാറിയില്ലേലും എല്ലാ ദിവസവും ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം പുതിയതാണ്, അതൊരിക്കലും അസ്തമിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലായോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം തീരത്തില്ലെന്ന്. ആ സ്നേഹം നിങ്ങളെ പ്രചോദിപ്പിക്കണം തിരിച്ചു ചെല്ലാൻ വേണ്ടി. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഈ സ്നേഹത്തിനെതിരായിട്ടൊക്കെ പോയി തല്ലിപ്പൊളിയായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പാപത്തിലൊക്കെ പടുകുഴിയിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് വന്നോണം. നിങ്ങൾ നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് കുറേ മക്കളൊക്കെ ഇവിടെ വന്നിങ്ങനെ സങ്കടം പറയാറുണ്ട്. ചില അഡിക്ഷൻസിനെ കുറിച്ചൊക്കെ, ചില ദുശീലങ്ങൾക്കൊക്കെ പെട്ടുപോയി വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ അതേ പാപത്തിലേക്ക് ആവർത്തിച്ചു പോകുന്നു. ഓരോ തവണ കുമ്പസാരത്തിൽ ഇതൊക്കെ തന്നെ ഏറ്റു പറയുന്നു. ഒരു തിരിച്ചുവരവ് പറ്റുന്നില്ല, ഒന്നും നന്നാവുന്നില്ല, അഡിക്റ്റഡായി പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, സകല അഡിക്ഷൻസിനുള്ള ഒരു ഉത്തരം ഈശോയുടെ സ്നേഹമാണ്. ഞാൻ ഇങ്ങനെ അഡിക്റ്റഡായി പോയിട്ടും, ഞാൻ ഈ പാപം ആവർത്തിച്ച് ചെയ്തിട്ടും, ഞാൻ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഇരയായിട്ട് പോയിട്ടും, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ചില പാപങ്ങൾക്ക് കൈ കൊടുത്തിട്ടും, ഇപ്പോഴും എൻ്റെ മേൽ ആ സ്നേഹത്തിൻ്റെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ അഡിക്ഷൻസിൽ നിന്ന്, എൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ ദുശീലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഈശോയുടെ സ്നേഹമാണ്. എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഏറ്റവും രഹസ്യ പാപങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരറിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തോടെ തീരും അവരുടെ സ്നേഹം, അന്നത്തോടെ തീരും അവരുടെ റെസ്പെക്റ്റ്. ഈ കാണുന്നതല്ല, ഇതിൻ്റെ അകത്ത് ചീഞ്ഞ് നാറുന്ന എന്തോ ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് തീരും ചിലപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം. ഈശോയ്ക്ക് അറിയാം, ശരിയാണോ? ഈശോയ്ക്ക് അറിയാം. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും നടന്നത് എന്താണെന്നും നന്നായിട്ടറിയാം. എന്നിട്ടും വിധി കൽപ്പിക്കുകയല്ല, നിന്നെ വേണ്ടാന്ന് പറയുകയല്ല, ചവിട്ടി പുറത്തോട്ടിറക്കുകയല്ല. വീണ്ടും ആ സ്നേഹത്തിൻ്റെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും എഴുന്നേറ്റ് പോരാൻ ഈ ഒരൊറ്റ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് മതി. ഈ പാപിയെ ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. വലതോട്ടി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് എല്ലാ അഡിക്ഷൻസും നിർത്താൻ, സകല ലഹരികളിൽ നിന്ന് കയറിപ്പോരാൻ ഈശോയുടെ സ്നേഹത്തിൻ്റെ ലഹരി മതി. മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ലഹരി നമ്മളെ ചിലപ്പോൾ പിന്നെയും വഴിതെറ്റിക്കും, നമ്മൾ പിന്നെയും പ്രതീക്ഷിച്ചിരിക്കും, പിന്നെയും സങ്കടങ്ങളിലേക്ക് പോരും. തിരിച്ചു കയറി വരാൻ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ, അല്ലാണ്ട് കയറിപ്പോരത്തില്ല. കയറിപ്പോരാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്, ഈശോയുടെ സ്നേഹം അറിയുക. ഈശോയെ സ്നേഹിക്കാന്ന് പോലുമല്ല അച്ഛൻ പറയണത്, നീ സ്നേഹിച്ചില്ലേലും നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം അറിയുക. നീ ഏറ്റവും വലിയ പാപത്തിൻ്റെ അവസ്ഥ നിൽക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം അറിയുക. തിരിച്ചു കയറി വരാൻ പറ്റും, ഉറപ്പായിട്ടും വരാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് തീരുന്നില്ല, ഓരോ ദിവസവും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്കറിയാവുന്ന വചനങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന വചനങ്ങളൊക്കെ കേട്ടോ. ഏശയ്യാ 54:10 കാണാതെ അറിയാലോ. മലകൾ അകന്നു പോയേക്കാം, അറിയാമെങ്കിലും ആ വചനം ഒന്ന് എടുത്തു. നിങ്ങളുടെ ബൈബിളൊക്കെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും തോന്നുന്നു. ഏശയ്യാ 54:10 കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എടുത്തുറക്കെ വായിച്ചേ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. എന്ന് വെച്ചാൽ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നോക്കിയേ, അചഞ്ചലമായ സ്നേഹം. അചഞ്ചലം എന്ന് വെച്ചാൽ എന്താ? അതങ്ങനെ ഇളകത്തൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടുന്നുണ്ടോ? മുമ്പേ പറഞ്ഞുകൊണ്ട് ചേർത്ത് ചിന്തിക്കണം. ഞാൻ എന്തോരം നന്മകൾ ചെയ്തു, അതനുസരിച്ച് ഈശോയുടെ സ്നേഹം എന്നോട് കൂടുന്നു. നോ, ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇറ്റേണൽ പ്രസൻറ്റ്, ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രസൻറ്റ് ഫോർമാറ്റിൽ ഈശോ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മലകൾ മാറിയേക്കാം, കുന്നുകൾ നിരപ്പായി പോയേക്കാം, എന്നാലും ഈശോയുടെ സ്നേഹം എങ്ങനെയാണ്?
അവിടെ തന്നെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ മലകളും കുന്നുകളും ഒക്കെ ഓർത്തേ, നിങ്ങൾക്ക് ആശ്രയമായിട്ട് നിന്ന മലകൾ, നിങ്ങൾക്ക് തണലായിട്ട് നിന്ന കുന്നുകൾ, നിങ്ങളെപ്പോഴും കണ്ണുയർത്തി നോക്കിക്കൊണ്ടിരുന്ന ആശ്രയമായിരുന്ന ചില ഉയരങ്ങൾ, അതെല്ലാം പോയേക്കാം. അതെല്ലാം പോയേക്കാം. നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിന് നിങ്ങൾ നോക്കിയത് ചിലപ്പോൾ നിങ്ങളുടെ അപ്പനെ ആയിരിക്കാം. നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിന് നിങ്ങൾ കരുതലും സ്നേഹവും പ്രതീക്ഷിച്ച് നിങ്ങളുടെ അമ്മയിൽ നിന്നായിരിക്കാം. ഈ മലയും ഈ കുന്നും ഈ പർവ്വതവും നിങ്ങൾ കണ്ണുയർത്തി നോക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊക്കെ മാറിപ്പോയേക്കാം. എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ട് പിരിയത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ വാക്യം ശ്രദ്ധിക്കണം. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരില്ല. സമാധാന ഉടമ്പടി എന്ന് വെച്ചാൽ എന്താ? ഞാനൊരു വലിയ സെഷൻ തന്നെ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. ഓർമ്മയുണ്ടാവില്ലെന്നറിയാം, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമായിരിക്കും. ഉടമ്പടി എന്ന് ചോദിക്കുമ്പോൾ ബൈബിളിലെ ഉടമ്പടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കണം. കർത്താവിന് ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരുമായിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ നിൻ്റേതും നീ എൻ്റേതും. ഇപ്പോൾ ഒരു കുടുംബത്തെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കുടുംബം എൻ്റേതും ഞാൻ ഈ കുടുംബത്തിൻ്റെയും. ഒരു ദേശത്തെ ഇഷ്ടപ്പെട്ടാലും അങ്ങനെയാണ്. വ്യക്തിപരമായിട്ട് എടുക്കണം. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും നോഹയോടും പൂർവ്വപിതാക്കന്മാരോടും എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഇന്നു മുതൽ നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. വചനം പറയാണ്, കുന്നു മാറാം, മലകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കാം, ടാർ റോട്ടിൽ വീണ്ടും വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെട്ടേക്കാം, എന്നാലും ഈ സമാധാന ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാവില്ല. നീ എൻ്റേതും ഞാൻ നിൻ്റേതുമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഇത് തെറ്റിദ്ധരിച്ചേക്കല്ല്. ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിയാസവും കാണിക്കാന്നല്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ തോന്നിയാസത്തിൽ നിന്ന് ഞാൻ കയറി വരണം. കിട്ടുന്നുണ്ടോ? കാരണം എന്നെ സ്നേഹിക്കുന്ന ആളെപ്പോലെ ഞാൻ ആയിത്തീരണം. അങ്ങനെയല്ലേ നമ്മൾ രണ്ടും ഒന്നാന്നൊക്കെ നമ്മൾ ലവ് ലെറ്റർ എഴുതി പറയണേ അല്ലേ? നമ്മൾ രണ്ടും ഒന്നാകുന്നത് എങ്ങനെയാണ്? എന്നെ സ്നേഹിക്കുന്ന ആളെപ്പോലെ ഞാനും ആയിത്തീരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ പിടികിട്ടിയോ? ഒന്ന്, മാറ്റമില്ല, അസ്തമിക്കുന്നില്ല, ഓരോ ദിവസവും പുതിയതാണ്, അചഞ്ചലമാണ്, അനങ്ങാത്ത സ്നേഹമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് വചനത്തിൽ തോന്നിയ ഒരു കാര്യം ഇതാണ്. യോഹന്നാൻ 13:1 ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന സമയത്ത്, അന്ത്യത്താഴത്തിൻ്റെ ഒരു സമയം, ആ ഒരു അവസാനത്തെ ഒരു മൊമെൻറ്റുകളിൽ ആ സ്നേഹം പ്രകടിപ്പിച്ചതിനെക്കുറിച്ച് ഈശോയുടെ തന്നെ ഒരു വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 13:1 ഉറക്കെ വായിച്ചേ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫോമിൽ, ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഫോമിൽ നമ്മുടെ മാനുഷിക വാക്കുകൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കണം. ഈശോ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്താ? ഞാൻ മരിക്കുന്നത് വരെ സ്നേഹിച്ചു എന്നാണോ? ഞാൻ സ്വർഗത്തിൽ എത്തുന്നവരെ സ്നേഹിച്ചു എന്നാണോ? അല്ല, പിന്നെന്താണ്? അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ആരുടെ അവസാനം വരെ? പത്രോസിൻ്റെ, പൗലോസിൻ്റെ, യാക്കോബിൻ്റെ, യോഹന്നാൻ്റെ? അല്ല, ഈശോയുടെ അവസാനം. നല്ല രീതിയിൽ മനസ്സിലാക്കണം. അവസാന ശ്വാസം വരെ വിട്ടുകൊടുത്തുകൊണ്ട് അവൻ അവരെ സ്നേഹിച്ചു. തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ജീവൻ കൊടുത്തുപോലും സ്നേഹിച്ചു. ഈശോ തന്നെ പറയുന്നുണ്ട്, സ്നേഹത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതുകൊണ്ട് ഈശോയുടെ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം മാത്രമല്ല, ഓരോ ദിവസം പുതിയതായ സ്നേഹം മാത്രമല്ല, അചഞ്ചലമായ സ്നേഹം മാത്രമല്ല, സ്വന്തം ജീവൻ വരെ തന്നുകൊണ്ടുള്ള ഒരു സ്നേഹം. ദ ബിഗ്ഗസ്റ്റ് ലവ്, ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റിനെയാണ് മറ്റൊരു വാക്കി നമുക്ക് വിളിക്കാൻ പറ്റുക, വിശുദ്ധ കുർബാന. ഇവിടെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചതെന്ന് തോന്നുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 3 പ്രത്യേകതകൾ പറഞ്ഞില്ലേ? അചഞ്ചലമാണ്, ഓരോ ദിവസവും പുതിയതാണ്, അസ്തമിക്കുന്നില്ല, അവസാനം വരെയുള്ള സ്നേഹം. ഇത് വേറെ എവിടെയും നമ്മൾ കാണത്തില്ല, വിശുദ്ധ കുർബാനയിലല്ലാതെ. ഓരോ ദിവസവും പുതിയതായ സ്നേഹം. ശരിയാണോ? ഇന്നലെ നിങ്ങൾ ബലിയർപ്പിച്ചപ്പോൾ ഈശോയുടെ സ്നേഹം കിട്ടിയോ? ഇന്നൊരു പുത്തൻ ബലിയർപ്പിച്ചു, നാളെ ഒരു പുത്തൻ ബലിയർപ്പിക്കും. ഓരോ ദിവസവും പുതിയ കുർബാന നമ്മൾ അർപ്പിക്കുന്നു. ഒരു പുത്തൻ ആരാധനക്രമമല്ല, ഓരോ ദിവസവും ഫ്രഷായിട്ട് ഈശോയുടെ ബലിയർപ്പണം നമ്മൾ നടത്തുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്ന് വെച്ചാൽ ബലിയർപ്പണം തീരുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മളിതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതോ ഒരു അൾത്താരയിൽ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതൊരിക്കലും പിശാച് കടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മാന്താനും നമ്മളെ കീറാനും നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മുടെ പശുവിനെ കൊല്ലാനും നമുക്ക് പനി വരുത്താനും അല്ല. അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പരിശുദ്ധ ബലിയർപ്പണം നിന്നു പോകണം എന്നുള്ളതാണ്. എല്ലാ തർക്കങ്ങളും പരിശുദ്ധ ബലി വഴി സോൾവ് ആകണം എന്നല്ല, എല്ലാ പരിശുദ്ധ ബലിയെക്കുറിച്ചുള്ളതും തർക്കമാക്കി മാറ്റണം എന്നുള്ളത് പിശാചിൻ്റെ വലിയൊരു അജണ്ടയാണ് ഈ കാലഘട്ടത്തിൽ. മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുക, വിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുക, രൂപതകളെ അസ്വസ്ഥപ്പെടുത്തുക, ആരാധനക്രമങ്ങൾ കോലാഹലമാക്കി മാറ്റി ഈ കുർബാനയോടുള്ള നമ്മുടെ സ്നേഹം, വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ അതിനെ ശിഥിലമാക്കി കളയാന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. കാരണം അവൻ്റെ ശിരസിൽ ആഞ്ഞാഞ്ഞടിക്കുന്ന ഓരോ ആണിയാണ് ഓരോ ബലിയർപ്പണം എന്ന് അവന് നന്നായിട്ടറിയാം. നരകത്തിൻ്റെ വാതിലുകൾ കിടന്ന് പെടപെടാന്ന് പിടയ്ക്കുന്ന സമയമാണ് ബലിയർപ്പണം. നമ്മളിത് സംസാരിക്കുമ്പോൾ, എവിടെയോ ഒരു ബലിപീഠത്തിൽ ബലിയർപ്പണം നടത്തുമ്പോൾ സാത്താൻ്റെ നരകത്തിൻ്റെ വാതിലുകൾ ഓരോന്നായിട്ട് ഇളകി ഇളകി വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കലും അസ്തമിക്കില്ല. ഈശോ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കാണും. എങ്ങനെ? പരിശുദ്ധ കുർബാനയായിട്ട്. ആ സ്നേഹം അസ്തമിക്കില്ല. കുന്നുപോയേക്കാം, പള്ളി ഇടിഞ്ഞു വീണേക്കാം, നാളെ അച്ഛന്മാരെല്ലാം പിന്നെ ഒരാൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാനുണ്ടായിരിക്കുള്ളൂ. അപ്പോഴും ബലിയർപ്പണം തുടർന്നുകൊണ്ടിരിക്കും. ഈശോ ഇവിടെ തന്നെ കാണും. പിടികിട്ടുന്നുണ്ടോ? അചഞ്ചലമായ സ്നേഹം. കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, മരുഭൂമികളില്ല, എന്ത് തരത്തിൽ നമ്മളതിനെ വ്യാഖ്യാനം ചെയ്തെടുത്താലും ഈശോയുടെ സ്നേഹം ഇവിടെ തന്നെ കാണും. ആ സ്നേഹം വിശുദ്ധ കുർബാനയായിട്ട് ഇവിടെ തന്നെ കാണും. അവസാനം നമ്മൾ പറഞ്ഞതാണ് യോഹന്നാൻ 13:1, അവസാനം വരെ സ്നേഹിച്ചു. അതെപ്പോഴാണ് സ്നേഹിച്ചേ? സ്വന്തം ശരീരം തന്നെ എടുത്തു തന്ന് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബലിയർപ്പണത്തിൻ്റെ സമയത്തും. കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, നാളെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ സൈലൻ്റായിട്ട് ഒരു ഉടമ്പടി സ്റ്റേറ്റ്മെൻറ്റ് പുതുക്കുകയാണ്. നിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതും. പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു മാനുഷികമായ സ്നേഹം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്നേഹം കിട്ടണം. സ്നേഹം കിട്ടിയാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളെങ്കിൽ ഓടിപ്പോകേണ്ടത് മനുഷ്യരുടെ സ്നേഹത്തിലേക്കല്ല, വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് ചെല്ലുക. ആര് സ്നേഹിച്ചില്ലേലും കണ്ടീഷൻസ് ഒന്നുമില്ലാതെ, ഉപാധികളില്ലാത്ത ഒരേ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നത് ആ ബലിപീഠത്തിലാണ്. അസ്തമിക്കാത്ത, അചഞ്ചലമായ, തീരാത്ത, ഓരോ ദിവസവും പുതുതായ, അവസാനം വരെയുള്ളൊരു സ്നേഹം, ഈശോയുടെ സ്നേഹം, വിശുദ്ധ കുർബാന. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നല്ലൊരു ശക്തമായൊരു വചനമാണ്. സങ്കീർത്തനം 50 എടുക്കാമോ? 50-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം. കർത്താവ് ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ബലിയർപ്പണമായിട്ട് ചേർത്ത്, കൃതജ്ഞതയാണ് യഥാർത്ഥ ബലി എന്നൊക്കെ പറഞ്ഞ ഒരു അധ്യായമാണ് 50-ാമത്തെ സങ്കീർത്തനം. ആസാഫിൻ്റെ സുന്ദരമായ സങ്കീർത്തനം. അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഈശോ ബലിയർപ്പണ സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ബലി അർപ്പിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും സംഭവിക്കണമെന്ന് 50-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഉറക്കെ വായിച്ച്. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ച് കൂട്ടുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത് ഈശോയുമായിട്ടുള്ള ഉടമ്പടി എന്ന് വെച്ചാൽ ഞാൻ ഈശോയുടേതാണെന്നും ഈശോ എൻ്റെതാണെന്നും ആ സ്നേഹത്തെ മുഴുവൻ ഉറപ്പിക്കണ സമയമാണ് ബലിയർപ്പണം. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു ചേർക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ടവരാകുന്ന എപ്പോഴാണ്? ഞാൻ ഈശോയുടേതും ഈശോ എൻ്റെതും ആകുന്ന സമയം എപ്പോഴാണ്? ഉടമ്പടി ചെയ്യുന്ന സമയം. ബലിയർപ്പണം, വിശുദ്ധ കുർബാന. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കിട്ടുന്നുണ്ടോ? നിങ്ങൾ 1000 തവണ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല ഉടമ്പടി. ഉടമ്പടി എപ്പോഴാണ്? ബലിയർപ്പണ സമയത്താണ്. അതുകൊണ്ട് ഒരു പരിശുദ്ധ കുർബാനയും മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് പല കാരണങ്ങളായിരിക്കും. താമസിച്ച് പോകണം, ഇല്ലെങ്കിൽ ഇത് ഇത്രയും നീളം, ഈ പാട്ടൊരു രസമില്ല, അതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു, തർക്കങ്ങൾ, ഇത് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് ഈശോയാണ്. ഓരോ ദിവസവും പുതുതായ ഈശോയുടെ സ്നേഹം, നിർത്താത്ത ഈശോയുടെ സ്നേഹം, അവസാനം വരെയുള്ള ഈശോയുടെ സ്നേഹം. ഒരു ബലിയർപ്പണം നിങ്ങൾക്ക് മുടങ്ങിപ്പോയാൽ നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ആ ദിവസത്തെ പുത്തൻ സ്നേഹം. അത് പിന്നെ കിട്ടത്തില്ല. കിട്ടുന്നുണ്ടോ? ഇന്ന് ബലിയർപ്പണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ബലിയർപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ആ സ്നേഹം നഷ്ടപ്പെട്ടു. അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് ചിലപ്പോൾ രോഗപീഠകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒത്തിരി ആളുകളിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നില്ലേ? പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ, പള്ളിയിലോട്ട് പോകാൻ പറ്റാതെ, ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓർത്തേക്കണം, ഇപ്പോൾ ഓടാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഓടാൻ പറ്റും. അവർക്ക് ഈശോ ഒരു പ്രത്യേക കരുണയും സ്നേഹമൊക്കെ അവരുടെ മേലേക്ക് ചൊരി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ ആശുപത്രികളിലൊക്കെ ഉണ്ട് കിടപ്പ് രോഗികൾ, ബലിയർപ്പണം നടത്താൻ പറ്റാത്തവർ, എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പറ്റാത്തവർ.
നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പോയിട്ട് പരിഹാരം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹം അവരിലേക്ക് ഈശോ കൊടുത്തോളും. പക്ഷെ നമ്മളിപ്പോൾ ഓർക്കണം, ഇപ്പോൾ ഓടാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഓടാൻ പറ്റും. ഇപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ചോ, ഇപ്പോൾ ഒന്ന് നടന്നോ, ബലിയർപ്പിക്കാൻ പറ്റും. ദേവാലയം തുറന്ന് കിടപ്പുണ്ട്, വൈദികർ ഇവിടെ ഉണ്ട്, പൗരോഹിത്യം ഇവിടെ ഉണ്ട്, നമുക്ക് നമ്മുടെ ദേവാലയം അവിടെ ഉണ്ട്, ഇടവകപ്പള്ളി ഉണ്ട്, എല്ലാ ദിവസവും കുർബാന നടക്കുന്നുണ്ട്. പോണം. ഈ ആരോഗ്യം നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നാളെ മറ്റൊരു രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ഇമെയിലുകളിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിയോഗമാണ്, അച്ഛാ വിശുദ്ധ കുർബാന കിട്ടുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട് അല്ലേ? ഒത്തിരി പേര് ഇപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ജോലി കിട്ടിയില്ല, അവിടെ പോയിട്ട് ഒരു അക്കോമഡേഷൻ കിട്ടിയില്ല, ഉദ്ദേശിച്ച ജോലിയല്ല കിട്ടിയത്, വേണ്ടത്ര സാലറി ഇല്ല, ആൾക്കാർ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെ നിയോഗങ്ങൾ പറയുന്നവരുണ്ട്, ജെന്യൂനായ സങ്കടങ്ങൾ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ആൾക്കാർ ചില സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബലിയർപ്പണം, അങ്ങനെ എല്ലാ ദിവസമൊന്നും അവർക്ക് അർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ബലി കിട്ടുന്നില്ല, വിശുദ്ധ കുർബാന കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാർ. നിങ്ങൾക്ക് അങ്ങനത്തെ സങ്കടമൊക്കെ ഉണ്ടോ? എല്ലാ ദിവസവും കിട്ടിയിട്ട് അല്ലേ? ഇപ്പോൾ ഓടാൻ പറ്റുമ്പോൾ ഓടിക്കോള്, ഇപ്പോൾ ഓടാൻ പറ്റുമ്പോൾ ഓടിക്കോള്. പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ഈശോയെ എപ്പോഴെങ്കിലുമൊക്കെ പരിശുദ്ധ കുർബാനയുള്ള ആ സ്നേഹം, അങ്ങയുടെ സാന്നിധ്യത്തെയൊക്കെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ, ബലിയർപ്പണത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി ഒന്നും കണ്ടില്ല, ചില നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം പോയി ബലിയർപ്പിക്കുന്നു, അല്ലാത്ത സമയത്തൊക്കെ അതൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെയൊക്കെ എടുക്കുകയാണ്, വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഒരു ഞായറാഴ്ച ബലിയർപ്പണം പോലും അങ്ങനെ ഒരു കടമ പോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, അതൊക്കെ പോരെ എന്നൊക്കെ ചിന്തിച്ച്, ഇപ്പോൾ എവിടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കാം. ഓരോ ദിവസവും പുതുതായ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വചനം വായിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. ആ സ്നേഹത്തെ ഒരിക്കലും തള്ളിപ്പറയാതെ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ ഒരു ബലിയർപ്പണത്തിലൂടെ ആ ഉടമ്പടി പുതുക്കാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ ആ സ്നേഹം എല്ലാ പരിശുദ്ധ ബലികളിലും നമ്മളിലേക്ക് പുതുതായി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതി ചെയ്യ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന.